പെസഹ കുഞ്ഞാടിൻ വിരുന്നൊരുങ്ങി സിഹിയോൻ ശാലൈ ദേവാലയം. ആമോദമോടെ ആഹ്ലാദമോടെ വരുവിൻ സ്വർഗീയ വിരുന്നൊരുങ്ങി. കുഞ്ഞാടിൻ വിരുന്നൊരുങ്ങി സിഹിയോൻ ശാലൈ ദേവാലയം. ആമോദമോടെ ആഹ്ലാദമോടെ വരുവിൻ സ്വർഗീയ വിരുന്നൊരുങ്ങി. വരുവിൻ സ്വർഗീയ വിരുന്നൊരുങ്ങി. അന്തിമ ഭോജന വേളയിൽ നാഥൻ അരുളിയ കൽപ്പന ഓർത്തിടുവിൻ. അന്തിമ ഭോജന വേളയിൽ നാഥൻ അരുളിയ കൽപ്പന ഓർത്തിടുവിൻ. നിങ്ങളെ ഞാൻ സ്നേഹിച്ചതുപോൽ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുവിൻ. പെസഹ കുഞ്ഞാടി വിരുന്നൊരുങ്ങി സിഹിയോൻ ശാലൈ ദേവാലയം. ആമോദമോടെ ആഹ്ലാദമോടെ വരുവിൻ സ്വർഗീയ വിരുന്നൊരുങ്ങി. വരുവിൻ സ്വർഗീയ വിരുന്നൊരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം ദാതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാറി വരുന്ന പ്രാർത്ഥനകൾ ശ്ലീഹകാലത്തിൻ്റേത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപുറം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ദൈവസ്തുതികൾ പാടിയിടും. ശരണം തേടാൻ തുനിയരുതേ. കനിവടു കർത്താവേകും പശിയുള്ളോർക്കിങ്ങാഹാരം. ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. പാതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കിന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ
മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഗുരു ആശ്വസിക്കുന്നു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റേതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ സ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ്യ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. മഹിമാവല്ലോ വാനിലും മൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ സ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ സ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ സ്ലീഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം അധ്യായം 9, 19 മുതൽ 27 വരെ വാക്യങ്ങൾ. പിതാവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും കൂടുതൽ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും സ്വയം ദാസനായിത്തീർന്നു. യഹൂദരെ നേടേണ്ടതിന് യഹൂദർക്ക് യഹൂദനെ പോലെയായി. ഞാൻ തന്നെയും നിയമത്തിന് വിധേയനല്ലെങ്കിലും നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് കീഴുള്ളവനെ പോലെയായി. എങ്കിലും ഞാൻ ദൈവനിയമത്തിൽ നിന്ന് സ്വതന്ത്രനല്ല, മിശിഹായുടെ നിയമത്തിന് വിധേയനാണ്. നിയമമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാവിധത്തിലും കുറേ പേരെയെങ്കിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. ഞാൻ സുവിശേഷത്തെ പ്രതി എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പങ്കുകാരനാകാനാണ്. ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും ഒരുവൻ മാത്രം സമ്മാനം നേടുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് വിജയിക്കത്തക്ക വിധം ഓടുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എല്ലാ ആത്മനിയന്ത്രണവും പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടി അപ്രകാരം ചെയ്യുന്നു, നമ്മളാകട്ടെ അനശ്വരമായതിനും. എന്നാൽ ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, വായുവിൽ ഇടിക്കുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത്. മറ്റുള്ളവരോട് പ്രഘോഷിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനാകാതിരിക്കാൻ എൻ്റെ ശരീരം കർക്കശമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹാ തൻ പ്രിയ സ്നേഹിതരാകും സ്ലീഹന്മാരെ വണങ്ങാമൊന്നായി. കൈകളിലേന്തും സ്ലീവായാലെ വയലുകളെല്ലാം ഉഴുതുമറിക്കും. പുത്തൻ വിത്തുകൾ പാകുകയായവർ ചാലുകൾ തോറും തിരുവചനങ്ങൾ. താതനും അതുപോൽ സ്തുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. നിത്യമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി നിഷേധിക്കരുത്. നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വകകൾ എടുത്തുകൊണ്ടു പോകുന്നവനിൽ നിന്ന് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അതുതന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അത്രത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ,
തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിനാലേറെ സ്നേഹിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ശാലോം ടെലിവിഷനിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ലോകമെമ്പാടും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി കൊറോണ വൈറസിൻ്റെ വ്യാപനം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അടച്ചിടൽ കാലഘട്ടം കഴിഞ്ഞ് പതുക്കെ പതുക്കെ തുറക്കുന്ന കാലമാണിപ്പോൾ. വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. പള്ളികൾ പല രാജ്യങ്ങളിലും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ തുറക്കുവാനായിട്ട് അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിലും വളരെയധികം നിയന്ത്രണങ്ങളോടുകൂടിയാണ് അത് അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പള്ളികളൊന്നും തുറന്നിട്ടില്ല എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തുറന്ന പള്ളികളിൽ തന്നെ പോകുന്നവരുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത്, കേരളത്തിലാണെങ്കിൽ അത് കൂടിയാൽ 100 അനുവദിച്ചിരിക്കുന്നത് പള്ളിയുടെ വലിപ്പമനുസരിച്ച്. അതുപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ള പ്രായമായവരും പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നിയന്ത്രിതമായ ഒരു സമൂഹം മാത്രമാണ് തുറന്ന പള്ളികളിൽ പോലും ഇന്നുള്ളത്. ബാക്കിയുള്ളവർ ഏതാണ്ട് 3 മാസക്കാലമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ, സ്വീകരിക്കാതെ ഇപ്പോഴും കുടുംബങ്ങളിൽ തന്നെ കഴിയുകയാണ്. ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. കാരണം കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും എല്ലാം അടിത്തറയായിട്ട് നിലകൊള്ളുന്നത് കർത്താവിൻ്റെ ഈ കൂട്ടായ്മയാണ്. അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ടുള്ള കൂട്ടായ്മ. ഇന്ന് നമ്മൾക്ക് അതെല്ലായിടത്തും സാധ്യമല്ല. പക്ഷെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് എല്ലാത്തിനൊരു പദ്ധതിയുണ്ട്. ഈ വൈറസ് ബാധയും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. പ്രവാചകനിലൂടെ അവിടെ അരുളി ചെയ്തതുപോലെ, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനാണ്. ദൈവം നമ്മളോട് ഇതിലൂടെ എല്ലാം ഓരോ കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെയൊക്കെ ആധുനികമായ വാഹനങ്ങളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലൊക്കെ നമുക്കറിയാം, ഒരു സെൽഫ് ക്ലീനിങ്, സെൽഫ് വാർണിംഗ് സിസ്റ്റമുണ്ട്. അതിനെന്തെങ്കിലും കേടുണ്ടെങ്കിൽ, വണ്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയാൽ, ബ്രേക്കിന് കേട് പറ്റിയാൽ ഈ വാർണിംഗ് സിസ്റ്റം ചെറിയൊരു ലൈറ്റ് തെളിക്കും, ചിലപ്പോൾ ഒരു ബീപ്പ് ശബ്ദം കേൾപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം, ഓടിച്ചു പോകാം. പക്ഷേ അപകടത്തിലായിരിക്കും ചെന്ന് ചാടുക. ആ അപകടത്തിൽ ചെന്ന് ചാടിയാൽ അതിൻ്റെ ഉത്തരവാദി വാഹനമുണ്ടാക്കിയവരോ അല്ല, നേരെ മറിച്ച് അത് ഓടിച്ചവരാണ്. ഇതുപോലെ തന്നെയാണ് ഈ ലോകമാകുന്ന വലിയ വാഹനത്തിന് ദൈവം ചില വാർണിംഗ് സിസ്റ്റംസ് അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. കാലാകാലങ്ങളിൽ നമുക്ക് വാർണിംഗ്, മുന്നറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. നമ്മളതിനെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെ മാത്രമല്ല അവഗണിക്കുന്നത്, ദൈവത്തെ പോലും അവഗണിച്ച് ദൈവം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുമ്പോഴാണ് നമ്മളൊന്നും കാണാൻ പറ്റാത്ത ഒരു ചെറിയ കുഞ്ഞൻ വൈറസ് ഈ ലോകത്തെ ഒറ്റയടിക്ക് പിടിച്ചു നിർത്തി. ആരെയും വിട്ടിട്ടില്ല, പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ഒന്നും. പാവപ്പെട്ടവനെയും പണക്കാരനെയും എല്ലാം ഒരുപോലെ പിടികൂടിയിരിക്കുന്ന ഈ വൈറസ് അതിശക്തിമാനാണ്. ദൈവത്തിൻ്റെ ശക്തിയൊന്നും അംഗീകരിക്കാത്തവർക്ക് ഇതിൻ്റെ ശക്തിയെ തിരിച്ചറിയാതെ പറ്റില്ല. കാണാൻ പറ്റാത്തൊരു വൈറസ്, രൂപം എന്താണെന്ന് അറിയത്തില്ലാത്തൊരു വൈറസ്, തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു വൈറസ്, ആ വൈറസിന് ഇതെല്ലാം സാധിച്ചു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക,
ഈ ലോകത്തിൻ്റെ സെൽഫ് ക്ലീനിങ്, സെൽഫ് റിപ്പയറിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. ഈ പ്രക്രിയ അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. മനുഷ്യൻ്റെ മനസ്സിൽ മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങളുണ്ടാകും, ചുറ്റുപാടുകളിൽ മാറ്റങ്ങളുണ്ടാകും. നമ്മളൊക്കെ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും, പള്ളിയിലും മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റം ദൈവം ആഗ്രഹിക്കുന്നതാണ്, സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. ദൈവം അറിയാതെയല്ല ഈ കാര്യങ്ങൾ ഇവിടെ ലോകത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഭാവാത്മകമായിട്ട് ക്രിയാത്മകമായ മനോഭാവത്തോടുകൂടി സ്വീകരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ശ്ലീഹാകാലം 4-ാമത്തെ ആഴ്ചയിലാണ്, ഞായറാഴ്ച നമ്മൾ ആരംഭിക്കുകയാണ് 4-ാം ആഴ്ച. ആരാധനക്രമ വർഷം മുഴുവൻ, പ്രത്യേകിച്ച് സീറോ മലബാർ ആരാധനക്രമത്തിൽ 9 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടുത്തെ ജീവിതത്തിൻ്റെയും ഉയർപ്പിന് ശേഷം പിന്നീട് അവിടുത്തെ തന്നെ ശരീരമായ, ഭൗതിക ശരീരമായ തിരുസഭയുടെ ജീവിതത്തിലെയും ഘട്ടങ്ങളെയാണിത് അടയാളപ്പെടുത്തുന്നത്. അവസാനം നമ്മൾ എവിടെയാണ് ചെന്നെത്തുക? അത് പള്ളി കൂദാശക്കാലത്താണ്. പള്ളികൾ നമുക്കറിയാം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങളാണ്. വിശുദ്ധ പൗലോസ് പറയും നമ്മൾ തന്നെയാണ് ആ ആരാധനാലയമെന്ന്. വെളിപാടിൻ്റെ പുസ്തകം പറയും ജെറൂസലത്തിന് ദേവാലയമില്ല, അത് കുഞ്ഞാട് തന്നെയാണ്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, ഈ ദേവാലയം നിങ്ങൾ പൊളിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അവിടുത്തെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ ആരാധനക്രമത്തിൽ നമ്മൾ ചെന്നെത്തേണ്ടത് എവിടെയാണ്? അത് ഈ കുഞ്ഞാടായ ഈശോയിലാണ്, ആ ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിൽ നമ്മൾ എത്തുകയെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പിതാവിനോടൊന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മുടെ ഈ ആരാധനക്രമത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും എല്ലാ ലക്ഷ്യം അത് തന്നെയാണ്, വേറൊരു ലക്ഷ്യമില്ല. അതിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, അത് മരിച്ചതിന് ശേഷം കിട്ടാൻ പോകുന്നൊരു കാര്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടരുത്. നേരെ മറിച്ച് അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സംഭവിക്കേണ്ടതാണ്. ഈ നടപ്പ്, ഈ പ്രയാണം, ഈ തീർത്ഥയാത്ര നമ്മൾ ഈശോയോടൊപ്പം നടന്നിട്ട് ഓരോ നിമിഷവും നമ്മൾ അവിടുത്തോടു കൂടി ആയിരുന്നു വേണം പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട്. ഇതാണ് നമ്മളെ ഈ ആരാധനക്രമ വർഷം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ശ്ലീഹാകാലത്ത് ഓർക്കേണ്ടത് എന്താണ്? ഈ പ്രയാണത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് ചില ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. ഈശോ നമ്മളെ അയച്ചതാണ്. ശ്ലീഹ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ, അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. വേറെ അതിനർത്ഥമൊന്നുമില്ല. എന്തിനയക്കപ്പെട്ടവൻ? കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണത് പറയുന്നത്? വാഗൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഈ ലോകത്തിലെല്ലായിടത്തും കർത്താവിനെ അനുയാത്ര ചെയ്യുന്ന അവിടുത്തെ അനുയായികളുണ്ടാകണമെന്നർത്ഥം. നമ്മൾ പലപ്പോഴും പറയും കൂടുതൽ മക്കൾ വേണം വീട്ടിൽ നിന്നൊക്കെ. എന്താ ഇതിൻ്റെ കാരണം? പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവിളികൾ കൂടുതൽ അച്ഛന്മാരും കന്യാസ്ത്രീയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്നാണ്. അതതിനകത്ത് ഒരു കാരണമാണ്. പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ പ്രധാന കാരണം. ഈ ലോകത്തിലെമ്പാടും ക്രിസ്ത്യാനികളുണ്ടാവണം, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരുണ്ടാകണം. വെറുതെ മാമോദിസ വെള്ളം തല വീണവർ മാത്രമല്ല. അതുകൊണ്ട് പ്രയോജനമില്ല, വെന്തിങ് ഇട്ടതിന് മാത്രം പ്രയോജനമില്ല. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ അനുയായികളായിട്ട് ജീവിക്കുന്നവരുണ്ടാകണം. അങ്ങനെയുള്ളവരുണ്ടായി കഴിയുമ്പോൾ ഈ ലോകം ഒരു പറുദീസയായി മാറും. ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപം മൂലം നഷ്ടപ്പെട്ട പറുദീസ, അത് നമ്മളിങ്ങനെയാണ് തിരിച്ചു പിടിക്കേണ്ടത്. അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവരെ ഉപേക്ഷിച്ചില്ല. പകരം പറഞ്ഞു, ഞാൻ ഒരാളെ അയക്കും, അവൻ വന്ന് തിന്മയുടെ തലയെ തകർക്കും, സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഈ സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ വേണ്ടി വന്നവനാണ് യേശു ക്രിസ്തു. ആ സർപ്പത്തിൻ്റെ തലയെന്ന് പറയുന്നത് എന്താണ്? തിന്മകളാണ്, പാപങ്ങളാണ്. ഈ പാപങ്ങളെ തകർത്തവനാണ് ഈശോ എന്ന് പറയുന്നത്. ആ ഈശോയുടെ അനുയായികളുടെ സമൂഹമാണ് സഭയെന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്ന സഭയെന്ന് പറഞ്ഞ് എന്തിനാണ്? കുറേ കോളേജ് നടത്താനായിട്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്താനായിട്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇടവകയിൽ സിസ്റ്റേഴ്സ് വന്ന ഉടനെ എല്ലാവരും കൂടെ വരും, നമുക്കൊരു ഇംഗ്ലീഷ് മീഡിയം വേണം. 4 ദിവസം കഴിഞ്ഞ് ഫീസ് പിരിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയും, കണ്ടില്ലേ ഭയങ്കര പിരിവാണ്, കൊള്ളയാണെന്ന് പറയും. അവസാനം അവരെ എല്ലാം പുറന്തള്ളും. നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ആരാണെന്ന്, നമ്മുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരയേറുമ്പോൾ പറഞ്ഞിട്ട് പോയ കാര്യം എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം എന്താണ്? ലോകമെമ്പാടും പോയിട്ട്
ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കണം. അതിന് അച്ഛനും കന്യാസ്ത്രീയും മാത്രം മതിയോ? പോരാ, എല്ലാവരും പോകണം. ഇന്ന് നിങ്ങൾ ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന ഇതിലൂടെയാണ്, ശാലോം ടെലിവിഷനിലൂടെയാണ്. ഈ ശാലോം ടെലിവിഷൻ എന്താ ചെയ്യുന്നത്? ലോകമെമ്പാടും ശാരീരികമായിട്ട് പോകുമല്ല. ഇന്ന് ഈ ടെലിവിഷൻ ചാനലിലൂടെ വരുന്ന ബീജികൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുകയാണ്. ഞാനിവിടെ അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന നിങ്ങളോടൊത്ത്, എന്നോടൊത്ത് പങ്കുചേരും നമ്മൾ ഒന്നു ചേർന്ന് നമ്മൾ ഈ ബലിയർപ്പിക്കുകയാണ്. ലോകത്തിലെമ്പാടും ഇങ്ങനെയും പോകാം. അതിന് നമുക്ക് ശാരീരികമായിട്ട് പോകണ നിർബന്ധമൊന്നുമില്ല. മാറി വരുന്ന സാഹചര്യങ്ങൾ, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ അയക്കപ്പെടുന്ന ദൗത്യം അത് നമ്മൾ എവിടെയായിരുന്നാൽ നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇനി ആ അയക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്നുള്ളതാണ് ഇന്നത്തെ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ വായനയിലൂടെ നമ്മളോട് പറഞ്ഞത്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച 1-ാം വായന, അവിടെ കേട്ടത് എന്താണ്? മോശ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ദൈവം മോശയിലൂടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. നിങ്ങൾ വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയായിരിക്കണം? നിഷ്പക്ഷരായിരിക്കണം. 2-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞ കാര്യം എന്താണ്? റോമാക്കാരോട് പറഞ്ഞ കാര്യമാണത്. ഇതെല്ലാം നമുക്ക് ബാധകമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ നിയമത്തിന് അധീനനായ നിയമത്തിന് അധീനനല്ല. നമുക്കത് മുഴുവൻ മനസ്സിലാവണമെന്നില്ല. പൗലോസ് യഹൂദനായിരുന്നു, പൂർണ്ണമായിട്ടും മോശയുടെ നിയമത്തിന് അധീനപ്പെട്ടവനാണ്, വള്ളിപൊള്ളി തെറ്റാതെ അനുസരിച്ചിരുന്നവൻ. അവനാണ് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, ഇതൊന്നും എനിക്ക് ബാധകമല്ല. കാരണം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ, ഈശോയുടെ നിയമത്തിന് അധീനനാണ്. അവനിൽ വിശ്വസിച്ചവനാണ്, ഈശോയിൽ വിശ്വസിച്ചവന് പിന്നെ നിയമം ആവശ്യമില്ല. കാരണം എന്താണ്? അവൻ നിയമത്തിനപ്പുറത്തേക്ക് കടക്കും. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചെകിട്ടത്തടിക്ക് മറ്റത് കാണിച്ചു കൊടുക്കണം. മണ്ടന്മാരായിട്ട് തല്ലുകൊള്ളാനല്ല കർത്താവ് പറഞ്ഞത്. അതൊരു പൗരസ്ത്യ ഭാഷയാണ്. അതായത് നിങ്ങൾ തല്ലുകൊണ്ടേണ്ടി വന്നാലും എന്നുള്ള വിശ്വാസം വിട്ടുകളയാൻ പാടില്ല. ജോബിൻ്റെ ഉദാഹരണം എടുക്കുക. പാവപ്പെട്ട ജോബ് നീതിമാനായിരുന്നു, നന്മ ചെയ്തിരുന്നവനാണ്. അവനെ എന്തിനാണ് ദൈവം ഉപദ്രവിച്ചത്? പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ജോബിനെ ചെകുത്താൻ വിട്ടുകൊടുത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ദൈവത്തെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഇന്ന് അനേകം പേരുണ്ട് ചോദിക്കുന്നു, കൊറോണ വൈറസ് ഒന്നും നിങ്ങളുടെ ദൈവം എവിടെയാണ്? രക്ഷിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ പണിത് കൊറോണയെ അതിൽ നിന്ന് രക്ഷിക്കലല്ല. നേരെ മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഏത് കഷ്ടതയിലും ഏത് രോഗത്തിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജോബിൻ്റെ ഉദാഹരണം. ദൈവത്തിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആരും ചോദിക്കരുത്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയതാണ്, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നു? ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയതാണ്, എനിക്ക് എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയി പരീക്ഷയ്ക്ക്? എൻ്റെ കൂടെ 2 പിള്ളേർ കുർബാനയ്ക്ക് വിടുന്നുണ്ട്. ചോദിക്കാൻ പാടില്ല ചോദ്യം. കാരണം ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വരുന്ന ഇതാണ്, നിനക്കിങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടാകും, നിന്നെ കളിയാക്കും. ഈശോ കുരിശിൽ കിടന്നപ്പോൾ വഴിയെ പോയവരെല്ലാം കളിയാക്കി, ഇറങ്ങി വാടാ, ഞങ്ങളെ രക്ഷിക്ക്, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്, നീ മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചവനല്ലേ. കളിയാക്കിയിട്ട് പറഞ്ഞവർ അവന് തന്നെ രക്ഷിക്കാൻ പറ്റും, പിന്നെ ഇവൻ ദൈവമെന്ന് പറയുന്നു. ദൈവത്തിനാന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഈശോ കൈയും ചുരുട്ടിക്ക് ഇറങ്ങി വന്നില്ല. ഇറങ്ങി വരാമായിരുന്നു, പാടില്ലാഞ്ഞിട്ടല്ല. കാരണം നമുക്കൊരു മാർഗം കാണിച്ചു തരികയാണ്. ക്രിസ്ത്യാനിയുടെ മാർഗം അത് യുണീക്കാണ്, അനന്യമാണത്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിലൂടെ മാത്രമാണ് നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യുദ്ധം നടത്തിയിട്ട്, ബോംബ് ഉപയോഗിച്ചിട്ട്, ടാങ്ക് ഉപയോഗിച്ചിട്ട്, ആരെയും കൊന്നിട്ട്, അവരെ നശിപ്പിച്ചിട്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല. അതിന് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭാഷയായ കർത്താവിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏകരക്ഷകൻ എന്നൊക്കെ പറയുന്നത്. നമ്മളതിനെ തെറ്റിദ്ധരിക്കരുത്. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാതെ ആർക്കും പിതാവിലേക്ക് പോകാൻ പറ്റില്ല. വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ഒരാളും പിതാവിലേക്ക് വരില്ല. എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് അവിടെ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഞാനാണ് പ്രകാശം. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഈശോയുടെ വഴിയാണ് യഥാർത്ഥമുള്ള വഴി. ഈ വഴിയെക്കുറിച്ചുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ പൗലോസ് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു വയ്ക്കും. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം മഹനീയമാണ്, വിശിഷ്ടമാണ്. ഇത് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മളിന്ന്
ഈ സ്ലീഹ കാലത്ത് ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലൂടെ പറയുക മാത്രമല്ല, ജീവിച്ചു കൊടുക്കാനുമുള്ള ആ ഒരു വിളിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനായിട്ടാണ് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. കർത്താവ് നമ്മളതിനെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കൊസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിനെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലോനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും അവരുടെ സഹ ശുശ്രൂഷികളെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിനെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും ശ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിനെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാമിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. മിശിഹാ കർത്താവേ, പാവന സഭയെ നീ കൃപയാൽ രക്ഷിച്ചു. രക്തം ചിന്തിയും അതുപോലെ ഗാത്രം ബലിയായി അർപ്പിച്ചും ഞങ്ങളിതാ തിരുസന്നിധിയിൽ വാഴ്ത്താവാനവരോടൊപ്പം എന്നെന്നും നാഥാ തിരുനാമം. അതിനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോൽ എന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ
ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുക തന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാസം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം യിസ്ഹാക്ക് യാക്കോബിന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യരെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ യേശുവിനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസർ നിന്റെ തിരുസന്നദ്ധയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമർത്ഥിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷകർ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി വൈറസ് ബാധയിൽ രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും ഇതിന് പ്രതിവിധി കണ്ടെത്താൻ പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാനായി അത്യധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ഭരണാധികാരികൾക്കും അവരുടെ എല്ലാ സഹായികൾക്കും പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അങ്ങയെ സ്വീകരിക്കുവാനായി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എന്നാൽ അതിന് കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവർക്കും അയോഗ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചു എന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നെല്ലാവരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു
ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള വന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനോദങ്ങളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരം കൊണ്ട് ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡകളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലീഹന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോട് കൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരത്വങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ഈ സമയം വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയമാണിതിന് സാധ്യതയുള്ളവരെ വിശുദ്ധ കുർബാനയിൽ ടി വിയിലൂടെയും മറ്റും പങ്കെടുക്കുന്നവർ സാധ്യതയുള്ളവർ സ്വീകരിക്കുന്നു. അല്ലാത്തവർ നിങ്ങളുടെ ടി വി സ്ക്രീനിൽ ഈ സമയം ഈശോയെ അരൂപിയിൽ സ്വീകരിക്കുന്നുള്ള പ്രാർത്ഥന പ്രത്യക്ഷപ്പെടും. അത് ചൊല്ലി മൗനമായി ധ്യാനിച്ച് അല്പസമയം ചെലവഴിക്കുക. ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം. ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഇന്നെൻ്റെ ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയെ, തൂവെണ്മയേറും ഓസ്തിയായ എന്നിൽ സ്നേഹമായി മാറും ദൈവമേ, ദിവ്യകാരുണ്യ രൂപനേ. ജീവനാഥ കാരുണ്യത്തിൻ തിന്നലായി എന്നിൽ വന്നു നിറയൂ. അമ്മ തന്നൊരു ഈശോ തൻ രൂപം നെഞ്ചിൽ ചേർത്തന്നുറങ്ങി ഞാൻ. അമ്മ തന്നൊരു ഈശോ തൻ രൂപം നെഞ്ചിൽ ചേർത്തന്നുറങ്ങി ഞാൻ.
ഈശോയിൽ കണ്ടു ഞാൻ സ്വർഗ സൗഭാഗ്യം നേടി ഞാൻ. വാവാ യേശുനാഥ, വാവാ ജീവനാഥ, കാരുണ്യത്തിൻ തിന്നലായി എന്നിൽ വന്നു നിറയൂ. വിശുദ്ധ കുർബാനയിൽ ശാലോം ടെലിവിഷനിലൂടെ അതുപോലെ അതിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്തതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിനായിട്ട് താല്പര്യം കാണിക്കുകയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരുകയും ചെയ്ത എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷയിൽ സഹായിക്കാൻ വന്ന ഗാന സംഘാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് നമ്മുടെ ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുകയും എത്രയും വേഗം നമ്മുടെ ഈ കൊറോണ വൈറസ് എന്ന മഹാമാരിയിൽ നിന്ന് ലോകത്തെ വിമുക്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ചിന്തകളോടെ നമുക്ക് സമാപന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഭാവികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാൽ നൽകിറൂഹാദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷകകൃപയും ദാതൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ പ്രതിയും പാപങ്ങളെ മോചിക്കാൻ കാരണമാകട്ടെ. ഇരിയുടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമേലെ നിറഞ്ഞുകൂടാ. ദൈവാനുഗ്രഹത്തിൻ്റെ നൂറു നൂറു നന്മകൾക്കു നന്ദിയ ജീവിതം നൽകിടാം ഞാൻ. ദൈവാനുഗ്രഹത്തിൻ്റെ നൂറു നൂറു നന്മകൾക്കു നന്ദിയ ജീവിതം നൽകിടാം ഞാൻ. ഹൃദയവേദിയിൽ വാഴുമീശന് സ്തോത്രങ്ങളായിരം പാടിടാം ഞാൻ. ഹൃദയവേദിയിൽ വാഴുമീശന് സ്തോത്രങ്ങൾ
പാടിടാം ഞാൻ. ദൈവാനുഗ്രഹത്തിൻ്റെ നൂറു നൂറു നന്മകൾക്ക് നന്ദിയായി ജീവിതം നൽകിടാം ഞാൻ.